നിന്ന് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് മാത്രമാണ് USA പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അത് മെയിൻലി ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് നോളേജ് കൊണ്ടാണെന്നുള്ളത്. അപ്പം ഇപ്പോഴും USA പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോട് ശരിക്കും ഈ USA പോകാമെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടാസ്ക്കാണോ, അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റ് വിസ കിട്ടുക എന്നുള്ളത് വലിയൊരു പ്രൊസീജിയറാണോ ആക്ച്വലി? US പറഞ്ഞ പോലെ തന്നെ US ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റഡി ഡെസ്റ്റിനേഷനാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ മലയാളികൾ പ്രിഫർ ചെയ്യാത്തതിനുള്ള റീസൺ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. സംഭവം വളരെ ഈസി ആയിട്ട്, എന്നാൽ അത്രത്തോളം ഈസിയുമല്ല, പക്ഷെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. കാരണം ഇപ്പോൾ നമ്മൾ മറ്റൊരു കൺട്രിയുടെ പല പ്രോസസ്സുകളൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. ചിലപ്പോൾ കാലഘട്ടങ്ങളും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ യുഎസിൻ്റെ പ്രോസസ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാറ്റ്, GRE, GMAT തുടങ്ങിയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, I-20 കിട്ടുക, ഇങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്.